ശിരൂരിൽ നിന്ന് മിനിറ്റുകൾക്ക് മുൻപ് നമുക്ക് ലഭിച്ച ഔദ്യോഗിക വിവരമനുസരിച്ച് ഇതുവരെ നടത്തിയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷന്റെ സംയുക്ത റിപ്പോർട്ട് അതുടൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, അതായത് അധികാരികൾക്ക്, കാർവാർ കളക്ടർക്ക് കൈമാറും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മിനിറ്റുകൾക്ക് മുൻപ് നമുക്ക് ലഭിച്ച അപ്ഡേഷനാണ്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കരസേന, നാവികസേന, NDRF, SDRF എന്നിവർ ഇത്രയും ദിവസം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് സംയുക്തമായി കളക്ടർക്ക് കൈമാറും. ഇതിനോടൊപ്പം തന്നെ ഡ്രോൺ പരിശോധനാ വിവരങ്ങളും കൈമാറും. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ജില്ലാ ഭരണകൂടമായിരിക്കും ഇനി നമ്മളോട്, അല്ലെങ്കിൽ ഈ സ്ഥലം MLA-യോ മന്ത്രിമാരോ ഒക്കെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇനി വിശദീകരിക്കാൻ പോവുക. പക്ഷേ ചില നിർണായക കണ്ടെത്തലുകൾ അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇപ്പോഴും ഡ്രോൺ പരിശോധന കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് വരെ അവിടെ തുടരുകയാണ്, ഡീകോഡിംഗ് തുടരുകയായിരുന്നു. ഇനി അതും അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ശിരൂരിൽ ഇപ്പോൾ മുഴുവൻ തിരച്ചിലും അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മുഴുവൻ ദിവസത്തെ ഒരു കാര്യം നമ്മൾ വേഗത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ടത്. ഇന്നലെ ഡ്രോൺ പരിശോധന ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അവസാനിപ്പിക്കുമ്പോൾ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളും സിഗ്നലുകളും, ശക്തി കുറഞ്ഞ സിഗ്നലുകൾ അവർക്ക് ലഭിച്ചിരുന്നു ആ പരിശോധനയിൽ, ഡ്രോൺ പരിശോധനയിൽ. ഇന്നും രാവിലെ അത് തുടരും. അക്കാര്യത്തിൽ ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടും എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് രാവിലെ ആദ്യം പരിശോധന ഏതാണ്ട് 9 മണിയോടുകൂടി ആരംഭിച്ചത് നാവികസേനയായിരുന്നു. ഈ പുഴയുടെ അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ തിരിച്ചടിയായി 7 നോട്ടായി അത് തുടർന്നതാണ്. നാവികസേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ആ പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഡ്രോൺ പരിശോധനകൾ ആരംഭിച്ചു. ഡ്രോൺ പരിശോധനയിൽ ഇന്ന് ലഭിച്ച ഏറ്റവും നിർണായകമായ വിവരം, അത് നാലാമത് മറ്റൊരു ഒബ്ജക്റ്റ് കൂടി കണ്ടെത്തി. നാലാമത്തെ സ്പോട്ടിൽ മറ്റൊരു സിഗ്നൽ സാന്നിധ്യം കിട്ടി എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ദിവസം വൈകുന്നേരത്തെ കൂടെ അടുക്കുമ്പോൾ ഈ കാർവാർ SP-യും കാർവാർ MLA-യും കളക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത് മൂന്നാമത്തെ സ്പോട്ടിൽ ചില നിർണായക വിവരങ്ങൾ ഉണ്ട്, അങ്ങനെ ചില സാന്നിധ്യങ്ങൾ കണ്ടെത്തി. അതിൻ്റെ റഡാർ അടക്കമുള്ള പരിശോധനാ ഫലങ്ങൾ അത് റിസീവ് ചെയ്തു. ഇനി അതിൻ്റെ ഇമേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി നമ്മളുടെ ഈ ഡ്രോൺ പരിശോധനയിൽ, ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ നമുക്ക് ലഭിക്കും. പക്ഷേ അതിൻ്റെ പിക്ചറൈസേഷൻ നടക്കുന്നത് പ്രോസസ്സിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അത് നമുക്ക് ഒരു പക്ഷേ നേരിട്ട് കിട്ടണമെന്നില്ല. ഇനി ജില്ലാ ഭരണകൂടമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുക. ഇനി പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അതിൽ 3-4 പോയിന്റുകൾ കേന്ദ്രീകരിച്ച്, സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അത് കിട്ടിയിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും സംഘത്തിനും കിട്ടിയിട്ടുണ്ട്. ഇന്ദ്രബാലൻ ഇന്ന് ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സംഘം ഇന്ന് പരിശോധന തുടർന്നിരുന്നു. ഏതായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ പക്കലുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഒന്നുകൂടി പറയുന്നു. ഇതുവരെ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ സംയുക്ത റിപ്പോർട്ട് അതുടൻ കാർവാർ കളക്ടർക്ക് കൈമാറും. ഇനി കാർവാർ കളക്ടറായിരിക്കും അതുമായി ബന്ധപ്പെട്ട കർണാടക സർക്കാരുമായി ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് തുടർ നടപടികൾ, തുടർ തിരച്ചിൽ എങ്ങനെയാണ്, നേരത്തെ ഈ മറ്റു ചില പരിശോധന നടപടികൾ നാളെ നടത്തും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അത് നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തതയോടെ അറിയാൻ കഴിയും. റീജിത്ത. ഷഫീദ്, ഡ്രോൺ പരിശോധന ഉൾപ്പെടെ മുഴുവൻ തെരച്ചിൽ നടപടികളും ഇന്നത്തേക്ക് നിർത്തിയിരിക്കുന്നു. ഇനി 12ാം നാളുള്ള കാത്തിരിപ്പ്, അങ്ങനെയാണോ ഷഫീദ്? പുതിയ വിവരങ്ങൾ ശിരൂരിൽ നിന്ന് പുറത്തു വരികയാണ്. തെരച്ചിലിന്റെ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ഉടൻ കാർവാർ ജില്ലാ കളക്ടർക്ക് കൈമാറാൻ പോകുന്നു. കരസേന, നാവികസേന, NDRF, SDRF എന്നിവരുടെ രക്ഷാപ്രവർത്തന റിപ്പോർട്ടാണ്, ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടാണ് സംയുക്തമായി കളക്ടർക്ക് കൈമാറാൻ പോകുന്നത്. ശിരൂരിൽ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ മുഴുവൻ തെരച്ചിൽ നടപടികളും ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് പ്രേക്ഷകർക്കറിയാം. തുടർന്നുള്ള നടപടികൾ എങ്ങനെ വേണം എന്നുള്ള ആലോചന അവിടെ സജീവമായി നടക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വീണ്ടും ചേരുകയാണ്. ഷഫീദ്, ഇന്നിപ്പോൾ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ മുഴുവൻ തെരച്ചിൽ നടപടികളും ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു, അങ്ങനെയല്ലേ ഷഫീദ്? മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളുമായി വൈകിട്ട് 7:30-ക്ക് ശേഷം ഒരു അവലോകന യോഗമുണ്ട്. അവലോകന യോഗത്തിൽ അക്കാര്യങ്ങൾ ധരിപ്പിക്കും. റീജിത്ത. ഷഫീദ്, ഇന്നത്തെ തെരച്ചിൽ എല്ലാ നടപടികളും പൂർണ്ണമായി നിർത്തി, അങ്ങനെയാണോ ഷഫീദ്? ഷഫീദ് റാവുത്തർ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെ, രക്ഷാദൗത്യത്തിൻ്റേത് എന്നുള്ളതാണ് ശ്രദ്ധേയം. നിലവിലുള്ള വെല്ലുവിളികളെ എല്ലാം മറികടന്നുകൊണ്ട് പുതിയ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാഹചര്യം വിലയിരുത്തിയതിനു ശേഷമുള്ള തുടർ നീക്കങ്ങൾ അതെങ്ങനെ വേണം എന്നുള്ള കാര്യം രക്ഷാദൗത്യ സംഘം ആലോചിക്കുകയാണ്. ഉന്നതതല യോഗമടക്കം ചേരുന്നുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷമാണ് ആക്ഷൻ പ്ലാനിനൊരു പൂർണ്ണരൂപം നൽകുക. നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവർ കൈമാറുന്ന വിവരങ്ങൾ അത് അതിപ്രധാനമാണ്. അതിനുശേഷം പോയിന്റ് 3-ൽ ലോറിയുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഔദ്യോഗികമായി തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നതോടുകൂടി ആ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായിരിക്കും പിന്നെ ഉണ്ടാവുക. പക്ഷേ അവിടേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സാധ്യമായ എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. നാളത്തെ ദിനം ആ തെരച്ചിലിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ശ്രീകാന്ത് വിശദീകരിക്കും. ശ്രീകാന്ത്, ഇനിയുള്ള ദൗത്യം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ശ്രീകാന്ത്.
ഇത് 11-ാം ദിവസമാണ്. നാളെ 12-ാം ദിവസം തെരച്ചിൽ ആരംഭിക്കുമ്പോൾ നമുക്കറിയേണ്ട ചോദ്യം, ആ 1-ാം ദിവസത്തെ അതേ ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. ഈ ലോറി അത് കൃത്യമായി ഏത് ഭാഗത്താണുള്ളത്? നിലവിൽ ഇപ്പോൾ പറയുന്നത് 3-ാം സ്പോട്ടിൽ ലോറി ഉണ്ട്, ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിന്റെ ഇമേജ് അടക്കം പുറത്തു വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ 3-ാം സ്പോട്ടിൽ ലോറി ഉണ്ട് എന്ന് ഉറപ്പിച്ചാൽ പിന്നീട് വരാൻ പോകുന്നത് എങ്ങനെ അവിടേക്ക് എത്തും, എങ്ങനെ ഈ ദൗത്യം പൂർത്തീകരിക്കും എന്നുള്ളതാണ്. നിലവിലെ അവസ്ഥയിൽ ഡൈവിംഗ് സാധ്യമല്ല എന്ന് നേവി അറിയിച്ചിട്ടുണ്ട്. കാരണം 7 നോട്ട്സ് ഒക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള ഈ അണ്ടർ വാട്ടർ കറണ്ട് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ അവിടേക്ക് നേവി സംഘത്തിന് ഡീപ്പ് ഡൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ചെയ്യാൻ സാധിക്കുന്ന മറ്റ് പോംവഴികൾ തേടണം. കാലാവസ്ഥ ഒട്ടും തന്നെ അനുകൂലമല്ല. അതിനാൽ തന്നെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇന്നൊരു യോഗം നടത്തിയിരുന്നു ദൗത്യസംഘം. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ അതിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ ഈ കാർവാർ MLA, ജില്ലാ കളക്ടർ, SP ഉൾപ്പെടെ എല്ലാ ആളുകളും ആ യോഗത്തിലുണ്ടായിരുന്നു. അവർ രക്ഷാദൗത്യം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ വാഹനം കിട്ടുന്നത് വരെയും അത് തുടരുകയും ചെയ്യും. ഇനി പുതിയതായി ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും തന്നെ റിക്കവറി നടക്കില്ല. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഫ്ലോട്ടിംഗ് ഫാൻറ്റൂൺ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വരികയുണ്ടായത്. ജലത്തിന് മുകളിൽ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ബോയ അത് കൊണ്ടിടുന്നു. അത് പിന്നീട് ഉരുക്ക് വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് നിർത്തുന്നു. അതിനു മുകളിലേക്ക് ഡൈവർമാർ വരുന്നു. ഈ വലിയ മൺതിട്ട, ഇപ്പോൾ നദിയുടെ നടുക്ക് കണ്ടെത്തിയ മൺതിട്ടയുണ്ട്. ആ മൺതിട്ടയ്ക്ക് മുകളിൽ ഇറങ്ങി ഈ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള, അതുണ്ട് എന്ന് സംശയിക്കുന്ന പ്രദേശത്ത് ഡൈവർമാർ ഇറങ്ങുക. അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ നടപടിയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. നാളെ ഒരു ദിവസം കൊണ്ട് അത് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗോവയിൽ നിന്നും സാധനമെത്തണം, അത് സ്ഥാപിക്കണം. അതിനുശേഷം അവർക്ക് ഒട്ടനവധി പണി അവിടെ തന്നെ തീർക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യം അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടുക എന്നുള്ളതാണ്. അവർക്ക് ഈ പുഴയെക്കുറിച്ച്, ഈ നദിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇതിലെ അടിയൊഴുക്കുകളെ സംബന്ധിച്ച് ധാരണയുണ്ട്. അതിനാൽ അവരുടെ സഹായം കൂടി തേടിക്കൊണ്ട് രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ നദിക്കരയോട് ചേർന്ന് ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ അന്നുണ്ടായിരുന്ന 4 പേരിൽ അർജുനനുണ്ടോ എന്നുള്ള തിരച്ചിൽ തുടരുക എന്നുള്ളതാണ്. അതും ഒരു വശത്ത് നടക്കും. അത്തരത്തിൽ 3 തരത്തിലുള്ള രക്ഷാദൗത്യമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ 11-ാം ദിവസവും കൃത്യമായ ഒരു ഉത്തരം തരാൻ ഈ അന്വേഷണ സംഘത്തിന്, ദൗത്യ സംഘത്തിന് സാധിച്ചിട്ടില്ല. അർജുന്റെ ലോറി കൃത്യമായി എവിടെയാണ് എന്നത് ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. രാത്രിയാകുമ്പോൾ അതിന്റെ വിവരം തരാം എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അർജുൻ എവിടെ? അർജുനെ കണ്ടെത്താൻ സാധിച്ചോ? ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടി. ഈ കാലാവസ്ഥയിൽ ദൗത്യം തുടരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കഴിയില്ല എന്നുള്ളതാണ് മറുപടി. അങ്ങനെയെങ്കിൽ ഇനി എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂന്റെ കാര്യമടക്കം പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ഇനിയും അറിയില്ല. ആർത്തലച്ചെത്തുന്ന നദിയാണ്. വലിയ മഴ പെയ്യും, ചിലപ്പോൾ മഴയില്ലാതിരിക്കും, ശക്തമായ കാറ്റടിക്കും, അടിയൊഴുക്കുണ്ട്, ജലനിരപ്പ് ഉയരും. ഈ പശ്ചാത്തലത്തിൽ ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ അവിടെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഇപ്പോഴുമുണ്ട്. പക്ഷേ അവർ അവകാശപ്പെടുന്നത് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ നേവി പറയുന്നു 2 നോട്ട്സ് ഓർ 3 നോട്ട്സ് അതെത്താതെ ഞങ്ങൾക്ക് ഡൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ മറ്റ് പോംവഴികൾ ആലോചിക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ ഇന്ന് ജിതിനോട് സംസാരിച്ചു, ആ കുടുംബത്തിൻ്റെ ഈ അർജുൻ്റെ ബന്ധുവിനോട് സംസാരിച്ചു. അവർ പറയുന്നത് ഇതാണ്: രക്ഷാദൗത്യത്തിൽ തൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് അത്രയധികം തൃപ്തികരമായിരുന്നില്ല മറുപടി. പറഞ്ഞത് നടക്കട്ടെ, കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. പക്ഷേ ഇവർ ഈ കാലാവസ്ഥ മാറിയതിന് ശേഷം ഈ ദൗത്യം കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാമെന്ന് പറയുന്നത് ശരിയല്ല. കൂടുതൽ അത് അങ്ങനെ കാലാവസ്ഥ മാറാൻ കാത്തു നിന്നാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ എടുക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം, കൂടുതൽ ആളുകളെ ഇവിടെ എത്തിക്കണം, എത്രയും വേഗം ലോറി വീണ്ടെടുക്കണം. ഇതാണ് അവരുടെ ആവശ്യം, ജിതിൻ്റെ ആവശ്യം. ആ കുടുംബം കൃത്യമായി അക്കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കും എന്ന് തോന്നുന്നില്ല. കാത്തിരിക്കുക മാത്രമാണ് പോംവഴി. ഇതൊക്കെ തന്നെ നടന്നു എന്ന് പറഞ്ഞാൽ മതി കൃത്യമായി. ഇനി സ്പോട്ട് ചെയ്താൽ പോലും അവിടെ എത്തി ഇത് എടുത്തുകൊണ്ട് വരുന്നു എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ പണിയാണ്. അതൊക്കെ തന്നെ പ്രാവർത്തികമായ ശേഷം മതി. കാരണം ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒന്നും നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നൊരു റിപ്പോർട്ട് രാത്രി സമർപ്പിക്കും. അത് മാത്രമാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ.
ശരി, എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. രക്ഷാദൗത്യ സംഘത്തിന്റെ സംയുക്ത റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് കൈമാറും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം സ്പോട്ട് 3യിൽ നിന്നുള്ള ഇമേജ് അടക്കം ഈ ലോറി അവിടെയുണ്ട് എന്നുള്ള സ്ഥിരീകരണം അടക്കം വന്നതിന് ശേഷമുള്ള തുടർ നടപടികൾ ശ്രദ്ധേയമായിരിക്കും. നിലവിലുള്ള വെല്ലുവിളികളെ മറികടക്കാൻ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഏത് തരത്തിലായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ആ സ്പോട്ട് 3യിൽ ലോറിയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം, അതിൻ്റെ ഇമേജ് അടക്കം പുറത്തു വരുമോ വരുന്ന മണിക്കൂറുകളിൽ എന്നുള്ളത് ശ്രദ്ധയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. നെഞ്ചിടിപ്പിൻ്റെ 11 ദിവസങ്ങളാണ് പൂർത്തിയാകുന്നത്. ഇനി 12ാം ദിവസത്തെ തിരച്ചിലാണ്. നാളെ കൂടുതൽ സംവിധാനങ്ങളുമായി തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നീക്കം, അതിന് മുന്നോടിയായുള്ള കൂടിയാലോചനകൾ ശിരൂരിൽ സജീവമായി ഉണ്ടാകുന്നു.